ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പുലിപ്പല്ല് കൈവശം വെച്ചു എന്ന കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമില്ല എന്ന കോടതി. നിലവിലെ തെളിവുകൾ അനുസരിച്ച് കുറ്റകൃത്യം വനം വകുപ്പിന് തെളിയിക്കാനായിട്ടില്ല. മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് കണ്ടെത്തേണ്ടത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. അഹമ്മദ് മുജ്തബ വിവരങ്ങളുമായി ചേരുന്നു. മുജ്തബ, എന്താണ് ഈ ജാമ്യ ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അജിംസ്, ഈ വേടന്റെ പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ട് പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ആ ജാമ്യ ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിലവിലെ തെളിവുകൾ അനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ ഈ കുറ്റം തെളിയിക്കാനായില്ല. നിലവിലൊരു സംശയം മാത്രമാണുള്ളത്. വേടന്റെ കയ്യിൽ നിന്ന് ഈ പല്ല് കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ പോലും അതിനനുസരിച്ചുള്ള തെളിവുകൾ ഹാജരാക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ പുലിപ്പല്ല് യഥാർത്ഥത്തിലുള്ള പല്ലാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയിലാണ് സ്ഥിരീകരിക്കേണ്ടത്. 1972 വന നിയമപ്രകാരം ഇതിന്റെ വ്യാപാരം, കൈവശം വെക്കൽ ഉൾപ്പെടെ കുറ്റകൃത്യമാണെങ്കിൽ പോലും വ്യക്തികളുടെ സ്വാതന്ത്ര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രം ഒരാളുടെ ജാമ്യാപേക്ഷ തള്ളാൻ കഴിയില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അജിംസ്, അതായത് ഈ വനം വകുപ്പിന്റെ നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ് ഇവിടെ കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നാമത്, ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ എന്ന് തിരിച്ചറിയുന്ന ശാസ്ത്രീയ പരിശോധന നടക്കും മുമ്പ് ഇദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നു. ഇത് ഒരു നടപടിക്രമങ്ങളുടെ ലംഘനമല്ലേ മുസ്തഫ? തീർച്ചയായും അജിംസ് സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ഒരു നോട്ടീസ് അയച്ച് ഇതിന്റെ വസ്തുതകൾ പരിശോധിച്ച ശേഷമാണ് സാധാരണഗതിയിൽ കേസെടുക്കുകയും അല്ലെങ്കിൽ അത്തരം ആളുകളെ അറസ്റ്റ് ചെയ്ത് നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുക. പക്ഷേ ഇക്കാര്യത്തിൽ വനംവകുപ്പിന് ഒരു തിടുക്കം ഉണ്ടായിട്ടുണ്ടെന്ന് വ്യാപക വിമർശനം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. ഈ നടപടിക്രമങ്ങളിലെ വീഴ്ച സ്വാഭാവികമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കോടതി ഉത്തരവ് അത്തരത്തിലുള്ള ഒരു തിരിച്ചടി കൂടിയാണ്. മാത്രമല്ല, ഒരു സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രം ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും മാത്രം പ്രത്യേകിച്ച് കോടതി എടുത്തു പറയുന്ന ചില വിഷയങ്ങളുണ്ട്. മുമ്പ് സമാനമായ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം വേടനെതിരെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു ആന്റിസിഡൻസ് ഇക്കാര്യത്തിൽ ഇല്ല എന്ന് കൂടി കോടതി പറയുന്നുണ്ട്. അജിംസ് സൂചിപ്പിച്ചതുപോലെ നടപടിക്രമങ്ങളിൽ ഒരു വീഴ്ചയുണ്ടായി എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. മാത്രമല്ല, വനം വകുപ്പിന് കോടതി ഉത്തരവ് ഒരു തിരിച്ചടി കൂടിയാണ്. അതുകൊണ്ടാണ് റിമാൻഡിലേക്ക് അയക്കാതെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ മാത്രം കോടതി വിടുന്നത്. അല്ല, നിലവിൽ പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്തല്ലോ. തീർച്ചയായും ജാമ്യം അനുവദിക്കുക മാത്രമല്ല, റിമാൻഡിലേക്ക് കൊണ്ടുപോകാൻ, ജാമ്യം നിഷേധിച്ചുകൊണ്ട് റിമാൻഡിലേക്ക് അയക്കാൻ കോടതി തീരുമാനിച്ചില്ല. മാത്രമല്ല, ജാമ്യം നൽകി. ആ ജാമ്യ ഉത്തരവിലെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന് വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് ഇതേ കോടതി തന്നെയാണ് 2 ദിവസം വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടത് വേടനെ. മുസ്തഫ, കോടതി നേരത്തെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നില്ലേ വനംവകുപ്പിന്റെ? തീർച്ചയായും അജിംസ് പറഞ്ഞതുപോലെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ മാത്രമാണ്, വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ മാത്രമാണ് കോടതി വിട്ടത്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയപരിധി മാത്രം. അതല്ലാതെ ഒരാളെ റിമാൻഡിലേക്ക് അയക്കാനോ അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ